സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ കേൾക്കുന്ന ആൾക്കാർ സ്ഥിരം കേൾക്കാറുള്ള ചില വാക്കുകളാണ്. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ്, റൈറ്റ്സ് ഇഷ്യൂ, അതുപോലെ തന്നെ ലോവർ സർക്യൂട്ട് അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട്. ഇത്തരം വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും എന്താണ് ഈ പറയുന്നത്. കാരണം നമ്മൾക്ക് കൊമേഴ്സ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണെന്ന് തോന്നും. അങ്ങനെ ആൾക്കാരൊന്നും ഇൻട്രസ്റ്റ് കാണിക്കല്ല, ന്യൂസ് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കല്ല. കാരണം അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മളതെല്ലാം പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നത്. ഇത് അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമില്ല. നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, ഇഷ്യൂസ് റൈറ്റ് എന്താണ്, അതുപോലെ തന്നെ സർക്യൂട്ട് എന്താണ്, ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ട്, ഇതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു പിസ്സ എടുക്കാം. ഒരു പിസ്സ നമ്മൾ വാങ്ങിച്ചിട്ട് ആദ്യം അതിനെ എട്ടായിട്ട് മുറിക്കുന്നു. അപ്പോൾ അത് 8 ഭാഗങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ആ പിസ്സയുടെ ക്വാണ്ടിറ്റി സെയിം ആണ്. ഇപ്പോഴും ഇത് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് അത് 8 അല്ല, നമുക്കിത് 16 ആക്കണം, ആള് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് 8 എന്നുള്ളതിന് ഓരോ പീസിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്തിട്ട് 16 പീസാക്കി. ഇപ്പൊ 16 പീസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ആ പിസ്സയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ഇത് തന്നെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഉള്ള ഒരു സ്റ്റോക്കിന് അതിന്റെ ആ ഒരു സ്റ്റോക്കിന്റെ മൂല്യത്തിനെ നമ്മൾ 2ആയിട്ടോ അല്ലെങ്കിൽ 3ആയിട്ടോ 4ആയിട്ടോ വിഭജിച്ച് അതിനെ മാറ്റുന്ന പ്രോസസ്സിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോഴും ആ ഒരു സ്റ്റോക്കിന്റെ വില എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. കാരണം അത് സ്റ്റോക്കുകളുടെ എണ്ണം കൂടുമായിരിക്കും, പക്ഷെ എത്രയായിട്ടാണോ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെ ആ സ്റ്റോക്കിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ കയ്യിൽ 10 ഷെയറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഷെയറിന്റെ വില 1000 രൂപയാണ്. അവിടെ നിങ്ങൾ മൊത്തം 10,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ഡിക്ലെയർ ചെയ്യുവാണ്. അതായത് 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ 10 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. അത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം അത് 20 സ്റ്റോക്കായിട്ട് മാറും. ഇവിടെ അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ മൊത്തം 10,000 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 20 ഷെയർ കിട്ടുമ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെ 20,000 രൂപയിലേക്ക് വരും? ഇല്ല, 20,000 രൂപയിലേക്ക് ഒരിക്കലും വരത്തില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 10,000 രൂപ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. നമ്മളുടെ സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി കൂടും, പക്ഷെ ആ ഒരു സ്റ്റോക്കിന്റെ വില 10,000 രൂപ എന്നുള്ളത് അത് 500 രൂപയായിട്ട് കുറയും. സ്റ്റോക്കിന്റെ വില 500 ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓവറോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ എമൗണ്ട് 10,000 രൂപ തന്നെയായിരിക്കും. ഇങ്ങനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നത്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നത്? ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കിന്റെ വില 20,000 രൂപ ആണെന്ന് വിചാരിക്കുക. ഒരു സ്റ്റോക്കിന്റെ വില, ആ കണ്ടീഷനിൽ കൂടുതൽ ഒരു 20,000 രൂപ വരെയുള്ള ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് ആൾക്കാരൊന്നും മടിച്ചു നിൽക്കും. 20,000 രൂപയ്ക്ക് എനിക്ക് ഒരു സ്റ്റോക്കേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, ഒരു സ്റ്റോക്ക് കൊണ്ട് എന്താകാനാണ്, ഇങ്ങനെ ഒരു ചിന്ത ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്താണ് കമ്പനി അതിനെ 20,000 രൂപയുടെ ആ സ്ടോക്കിനെ 2,000 രൂപ വരെ അതിന് 10ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 10ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സ്റ്റോക്കിന്റെ വില 2,000 രൂപയുണ്ട്. അപ്പൊ സാധാരണക്കായ ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റും. കൂടുതൽ ബയേഴ്സും അതുപോലെ സെല്ലേഴ്സും കൂടുതലായിട്ട് വരും. അത് നിലനിർത്താൻ വേണ്ടിയാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ലിക്വിഡിറ്റി കൂടും. ലിക്വിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ബയേഴ്സും ബൈ ചെയ്യാനുള്ളവരുടെയും സെൽ ചെയ്യാനുള്ളവരുടെയും എണ്ണം എപ്പോഴും മാർക്കറ്റിൽ കൂടുതലായിരിക്കും. അപ്പൊ ലിക്വിഡിറ്റി കൂടുതലുള്ളപ്പം സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്, അപ്പൊ ലിക്വിഡിറ്റി കൂടുതലുള്ള ഒരു സ്റ്റോക്കിന് ആൾക്കാർ എപ്പോഴും വാങ്ങാനും വിൽക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലിക്വിഡിറ്റി കൂടുതലുള്ളതുകൊണ്ട് മൊമെന്റം കിട്ടും, അതിലൂടെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടാമത്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് എപ്പോഴും ഒരു അഫോർഡബിൾ പ്രൈസിലാണെന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നും. കാരണം ഇപ്പോൾ MRFന്റെ സ്റ്റോക്ക് വാല്യൂ എടുത്തു നോക്കി കഴിഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് മുകളിലാണ് കിടക്കുന്നത്. അത് നമ്മൾ 1,00,000 രൂപ കൊടുത്ത് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. 1,00,000 രൂപ എൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപ ഞാൻ കൊണ്ടുവന്ന് ഒരു സ്റ്റോക്കിൽ ഇടുന്നു. അതിന്റെ റിസ്ക് വളരെ വലുതായിരിക്കും. അപ്പോൾ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം പ്രൈസ് എപ്പോഴും കുറഞ്ഞു കിടക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് കിടക്കുന്നത്, അത് വലിയൊരു എമൗണ്ട് എല്ലാം തോന്നും. ആ ഒരു ഭാവന ഇൻവെസ്റ്റേഴ്സ് നിലനിർത്താൻ വേണ്ടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇതിലൂടെ നമ്മൾ സമ്പന്നനാകാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി കൂടും. അത് ലോങ് റണ്ണിൽ നമുക്ക് ഗുണം ചെയ്യും. കാരണം ലോങ് റണ്ണിൽ നമുക്ക് ഇപ്പോൾ 100 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്ത് 200 ആവുകയാണെന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ അതിൽ ഉണ്ടാകുന്ന മാർക്കറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മളെ കാര്യമായിട്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ സഹായിക്കുന്നതാണ്. പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവിഡൻഡ് ഡീൽഡ് വരുമ്പോഴാണ്. കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ എത്രയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിവിഡൻഡ് ഡീൽഡ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്
റൈറ്റ്സ് ഇഷ്യൂ. റൈറ്റ്സ് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. ഈ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പുതിയ ഫാക്ടറി തുടങ്ങണം, അല്ലെങ്കിൽ അതിന്റെ ബിസിനസ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, അത് കടങ്ങൾ വീട്ടണം, ഇതിനാവശ്യമായ ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ കമ്പനിക്ക് ബാങ്കിൽ പോയി ലോൺ എടുക്കാം. എന്നാൽ കമ്പനി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ചോദിക്കുവാണ്, ഞങ്ങൾ റൈറ്റ് ഇഷ്യൂ നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓഹരി വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിച്ചുകൊണ്ട് കമ്പനിക്ക് പണം സ്വരൂപിക്കാൻ കഴിയും. ഇതിനെയാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങളുടെ കയ്യിൽ 100 ഷെയറുകളാണുള്ളത്. കമ്പനി 1:5 റേഷ്യോയിൽ റൈറ്റ്സ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്യുകയാണ്. 1:5 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള 5 ഷെയറിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ഷെയർ കൂടെ എക്സ്ട്രാ വാങ്ങിക്കാൻ കഴിയും. ഇതിനാണ് 1:5 റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ആ ഒരു ഷെയറിന്റെ വില 200 രൂപയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊത്തം 100 ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ഷെയർ അഡീഷണൽ വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് 20 ഷെയറൂടെ അഡീഷണൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാ റൈറ്റ്സ് ഇഷ്യൂടെ വാങ്ങിക്കുന്നത്? എനിക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോയി അങ്ങ് മാർക്കറ്റ് പ്രൈസിലോ ലിമിറ്റ് ഓർഡർ ഇട്ടോ അങ്ങ് ബൈ ചെയ്താൽ പോരെ. എന്നാൽ അങ്ങനല്ല. റൈറ്റ്സ് ഇഷ്യൂന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരുപാട് ചീപ്പായിട്ടായിരിക്കും ഇവർ റൈറ്റ്സ് ഇഷ്യൂ നടത്തുന്നത്. അത് ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പായിട്ട്, നല്ല വാല്യൂഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, വളരെ ചീപ്പ് പ്രൈസിൽ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല അവസരമാണ്. ഇപ്പൊ നമുക്ക് വെറുതെ ഡൗട്ട് ആയിരിക്കും, ഈ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് നിർബന്ധമാണോ? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കമ്പൽസറി ആണോ? അല്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കമ്പൽസറി അല്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂവിൽ വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാതിരിക്കാം. അതുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൈറ്റ് ഇഷ്യൂവിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ഉണ്ടല്ലോ, ഒരു ഓഫർ ഉണ്ടല്ലോ. ഈ ഓഫർ എനിക്കിപ്പോൾ അത് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ, എനിക്കത് മറ്റത് വാങ്ങിക്കാൻ താല്പര്യമുള്ള അതുപോലെ ഒരു ഷെയർ ഹോൾഡർ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ എന്റെ ഈ റൈറ്റ്സ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനൊരു പ്രത്യേക പ്രൊസീജിയർ ആണ് ഉള്ളത്. അതിനെക്കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ, റൈറ്റ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, റീറ്റെയിലർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് കമ്പനി എന്തിനു വേണ്ടിയാണ് റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്, അവർക്ക് ആ പണം എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ പണം കൊണ്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്. അതായത് കമ്പനി പുതിയ എന്തെങ്കിലും ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ, ബിസിനസ് ഡെവലപ്മെന്റ് നടത്താൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ ഫാക്ടറികൾ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ, അതോ ഈ പണം സ്വരൂപിക്കുന്ന അവർക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള എന്തെങ്കിലും കടം വീട്ടാൻ വേണ്ടിയാണോ? അപ്പൊ ഇതെല്ലാം നമ്മൾ വിലയിരുത്തിയിട്ട് വേണം റൈറ്റ് ഇഷ്യൂവിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ ബിസിനസ് ന്യൂസിൽ കൂടുതലും കേൾക്കാനുള്ള ഒരു കാര്യമാണ് ലോവർ സർക്യൂട്ട് അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്? അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഒരു കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ കമ്പനിയുടെ സ്റ്റോക്ക് ഷെയറിനെ വാങ്ങിക്കാൻ നമ്മൾ ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട്, ബയേഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ വില വലിയ രീതിയിൽ കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് വരുന്നതെങ്കിലോ അതിനെ എങ്ങനെയെങ്കിലും കയ്യിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിറ്റൊഴിഞ്ഞ് പോകാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ എന്താണ്, അതിന്റെ പ്രൈസിൽ വലിയൊരു ബിയറിഷ് ട്രെൻഡ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരം വലിയ വോളറ്റിലിറ്റിയെ, വലിയ ചലനങ്ങളെ മാർക്കറ്റിൽ കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. അതായത് ഒരു സ്റ്റോക്കിന്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. അതിന്റെ സർക്യൂട്ട് പെർസെന്റേജ് വെച്ചിരിക്കുന്നത് 10% ആണ്. അപ്പൊ എന്ത് കാരണം കൊണ്ടായാലും, ചിലപ്പോൾ പോസിറ്റീവ് ന്യൂസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഡേറ്റയുടെ ബേസിലായിരിക്കും, എന്തുകൊണ്ടായാലും അത് ആ പ്രൈസ് 100 എന്നുള്ളത് 10% കൂടി 110ലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് ആ ദിവസം അതിന്റെ ട്രേഡിംഗ് സ്റ്റോപ്പ് ആവും. അന്ന് നമുക്ക് വിൽക്കാനും പറ്റത്തില്ല, വാങ്ങിക്കാനും പറ്റത്തില്ല. ഇതിനെയാണ് അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലോവർ സർക്യൂട്ടിന്. 10%ന്റെ ഒരു ലോവർ സർക്യൂട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ 100ൽ നിന്ന് നേരെ 90ലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് സെൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത്, എന്തിനാണ് എക്സ്ചേഞ്ച് ഇങ്ങനെ ഒരു സർക്യൂട്ട് ലിമിറ്റ് വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിനുള്ളിൽ വോളറ്റിലിറ്റി കുറയ്ക്കുക എന്നാണ് മെയിൻ ലക്ഷ്യം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാനിക് ബൈയിങ്ങും അതുപോലെ തന്നെ പാനിക് സെല്ലിങ്ങും ഒഴിവാക്കണം. മൂന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വാർത്ത വരുമ്പോഴായിരിക്കുമല്ലോ പാനിക് ബൈയിങ്ങും പാനിക് സെല്ലിങ്ങും ഉണ്ടാവുന്നത്. അപ്പൊ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിന് ആ ന്യൂസിനെ, ആ വാർത്തയെ പഠിച്ച് വിലയിരുത്താനുള്ള സമയം കൊടുക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഈ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് മാനിപ്പുലേഷൻ കുറയ്ക്കുക. മാർക്കറ്റ് മാനിപ്പുലേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പമ്പ് ആൻഡ് ഡംപ് എന്ന് പറഞ്ഞ ഒരു ടേംസ് കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരം മാനിപ്പുലേഷനുകൾ അല്ലെ ഫ്രോഡുകളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സർക്യൂട്ട് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തതെന്ന് നമുക്കൊന്ന് സമപ്പ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഓഹരികളുടെ എണ്ണം കൂടും, പക്ഷെ അതിന്റെ മൂല്യത്തിന് മാറ്റം ഉണ്ടാവത്തില്ല. പിന്നെ രണ്ടാമത് പഠിച്ചതാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കുറഞ്ഞ പ്രൈസിൽ സ്റ്റോക്കിന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കമ്പനി കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തത് സർക്യൂട്ട് ലിമിറ്റ്സ്. സർക്യൂട്ട് ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ വോളറ്റിലിറ്റിയും മാനിപ്പുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി സ്റ്റോക്കുകളിൽ പെട്ടെന്നുള്ള ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ലിമിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട്സ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സ്റ്റോക്കിന്റെ വില എത്ര ശതമാനം വരെ മുകളിലോട്ട് പോകാം, അതുപോലെ തന്നെ എത്ര ശതമാനം വരെ താഴോട്ട് വീഴാം എന്ന് എക്സ്ചേഞ്ചുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നതിനെയാണ് സർക്യൂട്ട്സ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.